നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? യെസ് കാണാം. സൗണ്ട് ക്ലിയർ അല്ലേ? കട്ടാവുന്നില്ലല്ലോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ. ഓക്കെ, നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലിക്വിഡ് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള സെൻസിങ് ഡിവൈസുകളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ 3 ഡിവൈസ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ഡിവൈസ് ടർബൈൻ മീറ്റർ. ടർബൈൻ മീറ്റർ എന്ന് പറയുന്നത് ഒരു റോട്ടറി മൾട്ടിബ്ലേഡ് റോട്ടർ ആണ്. ആ റോട്ടറിന്റെ റൊട്ടേഷൻ അനുസരിച്ച് എക്സ്റ്റേണലി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് പിക്കപ്പ് കോയിലിനകത്ത് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി ഈ പിക്കപ്പ് കോയിലിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റൻ ആണ് ടെമ്പറേച്ചർ സെൻസർ. ഹലോ, സാറിന്റെ ഓഡിയോ പോയി. സാറൊന്നും പറയുന്നില്ല. ഹലോ സാർ വസീമിന് കേറാനൊക്കെ സാർ വസീമിനും ജിജോനും ജിജോനും ഉണ്ട്. എടാ, അനക്ക് മാത്രം ഓഡിയോ ഒന്നും കേൾക്കാത്തെ? എന്തെങ്കിലും പറയുന്നുണ്ടോ? ആർക്കും കേൾക്കുന്നില്ല. ഹലോ സാർ, ആറ് പോയി നിന്നടാ. ഓക്കെ, അത് നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടാണ്. ഇപ്പം കേൾക്കാമോ? കേൾക്കാം സാർ. കേൾക്കാം. അവരോടൊന്ന് ട്രൈ ചെയ്യാൻ പറയും കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ടെമ്പറേച്ചർ സെൻസർ. അപ്പോൾ ടെമ്പറേച്ചർ സെൻസേഴ്സിന്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് എക്സാമിന് ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ ക്യാൻ ബി മെഷർഡ് ബൈ യൂസിങ് എനി വൺ ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ. നമുക്ക് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ ഉപയോഗിച്ചതും നമുക്ക് അറിയുന്നതുമായ ഒന്ന് രണ്ട് ഡിവൈസുകളുണ്ട്. അതിലൊന്ന്, നിങ്ങളെല്ലാവരും പിന്നെ ക്ലിനിക്കിൽ പോയാൽ ഒരു പനിയൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മുടെ വായിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടായിരുന്നു. അതൊരു പേരെന്തായിരുന്നു? തെർമോമീറ്റർ. തെർമോമീറ്റർ. ആക്ച്വലി തെർമോമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മെർക്കുറി റൈസ്. അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ നമുക്ക് ആരുടെ ടെമ്പറേച്ചർ ആണോ മെഷർ ചെയ്യേണ്ടത് ആ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ തെർമോമീറ്റർ മെറ്റീരിയലിനകത്തുള്ള ഒരു എലമെന്റ് ഉണ്ട്. ആ എലമെന്റിന് ഒരു എക്സ്പാൻഷൻ സംഭവിക്കാണല്ലേ. സോ ആ എക്സ്പാൻഷൻ നമ്മൾ മെഷർ ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിന്റെ മെഷർമെന്റിലേക്ക് എത്തുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. മെറ്റീരിയൽസ് ചേഞ്ച് ഇൻ ലെങ്ത്, വോളിയം ഓർ പ്രഷർ ഓഫ് ദി സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ചിട്ട് ചില സ്പെസിഫിക് മെറ്റീരിയൽ അതിന്റെ ലെങ്ത്തിലോ അല്ലെങ്കിൽ വോളിയത്തിലോ അല്ലെങ്കിൽ അതിന്റെ പ്രഷർ പ്രോപ്പർട്ടീസിലോ ചേഞ്ച് വരുന്നു. അപ്പൊ ഈ ഒരു റിലേഷൻ ടെമ്പറേച്ചറിന്റെ മാറ്റത്തിനനുസരിച്ച് ലെങ്ത്തിൽ അല്ലെങ്കിൽ വോളിയത്തിൽ അല്ലെങ്കിൽ പ്രഷറിൽ വരുന്ന മാറ്റം നമ്മൾ റീഡ് ചെയ്തിട്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു ടൈപ്പ് ഓഫ് ഒരു വേ ഓഫ് ടെമ്പറേച്ചർ സെൻസിങ് ആണ്. ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ദെൻ സെക്കൻഡ് പ്രിൻസിപ്പിൾ നമ്പർ 2, ബൈ മെഷറിംഗ് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അടുത്തൊരു മെത്തേഡാണ്. നമുക്ക് ടെമ്പറേച്ചർ ആണ് കാണേണ്ടത്. ടെമ്പറേച്ചർ കാണാൻ വേണ്ടി നമ്മൾ ഈ ടെമ്പറേച്ചർ ഒരു ചില എലമെന്റിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുന്നു. ആ എലമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വാരി ചെയ്യും. നമുക്കറിയാം സെമി കണ്ടക്ടർ മെറ്റീരിയലെല്ലാം ടെമ്പറേച്ചർ വരുമ്പോൾ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില സ്പെസിഫിക് എലമെന്റ്സ് അതിൽ നമുക്ക് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വാരി വരും. സോ ആ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. Third one, by measuring voltage between two dissimilar metals as a result of difference in temperature. ഇത് സീബെക്ക് എഫക്ട് എന്ന് പറഞ്ഞിട്ട് +2 ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ഡിസിമിലർ മെറ്റൽസ് ജോയിൻ ചെയ്യുകയും ആ ജംഗ്ഷനിൽ നമ്മളൊരു ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുകയും ചെയ്താൽ അല്ലെങ്കിൽ ഒരു ആവുന്നേയില്ല ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യാം. ഇവര് രാവിലെ ഉണ്ടായിരുന്നില്ലേ? രാവിലെ ഇല്ലായിരുന്നു. അതാണ് പറ്റി. ഞാൻ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിലേ വരുന്നുണ്ട്. നമുക്ക് കണ്ടന്റ് പറയാം, ഞാൻ ഇവിടുന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്തോളാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെമ്പറേച്ചർ സെൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലിമെന്റ്സുകളും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. തേർഡ് പ്രിൻസിപ്പിൾ, ബൈ മെഷറിംഗ് വോൾട്ടേജ് ബിറ്റ്വീൻ ടു ഡിസിമിലർ മെറ്റൽസ് ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡിസിമിലർ മെറ്റൽസ് ജോയിൻ ചെയ്യുകയും ആ ജംഗ്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുകയും ചെയ്താൽ അതിന്റെ അതർ ജംഗ്ഷൻ, അതായത് രണ്ട് ഡിസിമിലർ മെറ്റൽസ് നമ്മൾ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ അതിന് രണ്ട് എൻഡ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള പെന്ന് ഒരു മെറ്റലായിട്ടും പെൻസിൽ വേറൊരു മെറ്റലായിട്ടും നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക. ഇതിനെ രണ്ടിനെയും രണ്ട് എൻഡിലും ഞാൻ പിടിച്ച് കണക്ട് ചെയ്യുകയാണ്, രണ്ട് ജംഗ്ഷൻ ആക്കുകയാണ്. അപ്പോൾ ഒരു ജംഗ്ഷനിൽ പെന്നിന്റെയും പെൻസിലിന്റെയും നിബ് വരുന്ന ഭാഗം അല്ലെങ്കിൽ ടിപ്പ് വരുന്ന ഭാഗം നമ്മളൊരു ജംഗ്ഷൻ ആയിട്ടും അതിന്റെ ബാക്ക് സൈഡ് അതർ ജംഗ്ഷൻ ആയിട്ടും എടുക്കും. അപ്പോൾ ഞാൻ ആ ടിപ്പിൽ അല്ലെങ്കിൽ ആ നിബ് വരുന്ന ഏരിയയിൽ ഞാൻ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ അതർ എൻഡിൽ ഒരു പുതിയ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അതിനാണ് സീബെക്ക് എഫക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സീബെക്ക് എഫക്ട് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. സോ ദിസ് ഇസ് അനദർ പ്രിൻസിപ്പിൾ ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ
by measuring the voltage between two dissimilar metal as a result of difference in temperature. Then അടുത്തത് by measuring change in radiated energy as a result of change in temperature. അതായത് ഇത് ഒരു നോൺ കോണ്ടാക്ട് മെത്തേഡ് ഓഫ് ടെമ്പറേച്ചർ സെൻസിങ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. അതായത് ബോഡി ആയിട്ട് ടച്ച് ഒന്നും വേണ്ടതില്ല. അതായത് നോൺ കോണ്ടാക്ട്, അതായത് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ബോഡിയും ചൂടാകുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ ഇൻപുട്ടായി സ്വീകരിച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് ഈ ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന പരിപാടി, ദാറ്റ് ഈസ് റേഡിയേറ്റഡ് ടെമ്പറേച്ചർ മെഷർമെന്റ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷർമെന്റ് ബൈ റേഡിയേഷൻ ഓർ എമിറ്റഡ് റേഡിയേഷൻ. അപ്പം നമുക്ക് ഇതിലത്തെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇൻഫ്രാറെഡ് സെൻസേഴ്സും അതേപോലെ പൈറോമെട്രിക് സെൻസേഴ്സും ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പം ഈ 4 മെത്തേഡാണ് കോമൺലി ടെമ്പറേച്ചർ സെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. അപ്പൊ ഈ ഓരോ പ്രിൻസിപ്പിളും വെച്ച് വർക്ക് ചെയ്യുന്ന എലമെന്റുകളെ പറ്റി നമുക്ക് പഠിക്കണം. അതിനിടയിൽ വസീമിനോട് ഒന്ന് ഇനി ട്രൈ ചെയ്യാൻ പറയട്ടോ. ഓക്കെ, so moving on, first temperature sensing, that is material change in length. Okay. Materials change in length, volume or pressure of the system as a result of change in temperature. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് വർക്ക് ചെയ്യുന്ന എലമെന്റ് ആണ് നമ്മുടെ ക്ലിനിക്കൽ ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലിക്വിഡ് ഇൻ ട്യൂബ് തെർമോമീറ്റർ എന്ന് പറയും. അപ്പൊ അത് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട് കൂടുതലേക്ക് പോകുന്നില്ല. അതായത് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും അല്ലെ, ഇതിനകത്ത് ഒരു എലമെന്റ് ഉണ്ടാവും, അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന മെർക്കുറി ഒക്കെ പോലുള്ള എലമെന്റ് ഉണ്ടാവും. നമ്മൾ ഇതിന്റെ ടിപ്പില് ടെമ്പറേച്ചർ ആരുടെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ടെമ്പറേച്ചർ ഇവിടെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇയാൾ എക്സ്പാൻഡ് ചെയ്യും. ഇയാൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു പരിധി വരെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് റീഡിങ്, ഈ ഗ്ലാസ് ട്യൂബിലുള്ള റീഡിങ് നമ്മൾ മെഷർ ചെയ്യും. അതാണ് നമ്മൾ ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിംപ്ലി തെർമോമീറ്റർ എന്ന് പറയുന്ന എലമെന്റിനകത്ത് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതാണ്. അതായത് തെർമോമീറ്ററിൽ വരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഇതിനകത്ത് വോളിയം ചേഞ്ച് വരും, അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കും. ആ എക്സ്പാൻഷനെ നമ്മൾ റീഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് തെർമോമീറ്റർ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ 4 പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബൈമെറ്റാലിക് സെൻസർ, RTD, തെർമിസ്റ്റർ, തെർമോകപ്പിൾസ്, തെർമോപൈൽസ്, പൈറോമീറ്റേഴ്സ്. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് എന്താന്ന് നോക്കാം. ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്, RTD, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടാണ്. എനിക്ക് തോന്നുന്നു ഇൻസ്ട്രുമെന്റേഷനിൽ നിങ്ങൾ കഴിഞ്ഞ സെമിനാറിനകത്ത് പഠിച്ചതായിരിക്കണം. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസസ് പഠിച്ചിരുന്നോ? ഹലോ ഏതെല്ലോ പഠിച്ചോന്ന് ഉറപ്പില്ല. നോക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മൂവിങ് ഓൺ, ബൈമെറ്റാലിക് സ്ട്രിപ്പ് is used as a thermal switch to control the temperature in manufacturing process. Two different metal strips having different coefficient of expansion bonded together on heating, strips bent into curved strips with the metal with a higher coefficient of expansion on the outside of the curve. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, ബൈമെറ്റാലിക് എന്ന് പറയുമ്പോൾ അവിടെ 2 മെറ്റൽസ് ഉണ്ടാവും. ബൈ മീൻസ് ഡബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. ബൈമെറ്റാലിക് സ്ട്രിപ്പ്, 2 മെറ്റൽസുകൾ, ഇതാണ് ഇവിടെ സെക്കൻഡ് പോയിന്റ് നമുക്ക് കാണാം. 2 ഡിഫറെന്റ് മെറ്റൽസ് സ്ട്രിപ്സ് ടുഗദർ. അതായത് 2 മെറ്റാൽസിനെ അല്ലെങ്കിൽ 2 ഡിഫറെന്റ് മെറ്റൽസിനെ, രണ്ടിനും ഡിഫറെന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആയിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ 2 ഡിസിമിലർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഉള്ള മെറ്റൽ സ്ട്രിപ്പുകളെ ഒരു സിംഗിൾ ആയിട്ട് അതിനെ ബോണ്ടഡ് ടുഗദർ. ആൻഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഇവിടെ പറഞ്ഞു 2നും ഡിഫറെന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഞാൻ ഇത് 2 കൂടി സാൻഡ്വിച്ച് ചെയ്തേക്കാണ്, 2നും ബോണ്ട് ചെയ്തേക്കാണ്. അങ്ങനെ ബോണ്ട് ചെയ്ത എലമെന്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ആരുടെ മെഷർമെന്റ് ആണോ നടത്തേണ്ടത്, ആരുടെ ടെമ്പറേച്ചർ ആണോ മെഷർ ചെയ്യേണ്ടത്, അയാളെ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 മെറ്റൽസ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഒരാൾക്ക് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കൂടുതലും മറ്റേയാൾക്ക് കുറവുമാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം 2നും ഡിഫറെന്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ ചൂടാക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഫിഗറിനകത്ത് കാണാം, ഇവിടെ ഒരു
ഒരു വയലറ്റ് കളറിലുള്ള ഒരു സ്ട്രിപ്പും ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളറിലുള്ള സ്ട്രിപ്പും ഉണ്ട്. ഇനീഷ്യലി ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക, അതായത് നേരെയാണ് ഉണ്ടാവുക, ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ ഒന്നും. അടുത്തത് ഇനീഷ്യലി ഇതൊരു സാൻഡ്വിച്ച് ടൈപ്പ് ആയിരിക്കും, രണ്ട് മെറ്റൽ സ്ട്രിപ്പുകളെ ബോണ്ട് ചെയ്ത് അത് ഒട്ടിച്ച് വെച്ചേക്കാണ്, വേറെ ഡിഫ്ലക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ടെമ്പറേച്ചർ, ആരുടെ ടെമ്പറേച്ചർ ആണോ മെഷർ ചെയ്യേണ്ടത് അത് നമ്മൾ ഇതിന്റെ കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കോണ്ടാക്റ്റിലേക്ക് ഇത് സെക്കൻഡ് എലമെന്റ്, രണ്ട് എലമെന്റ് ഞാനിവിടെ സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മീൻസ് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആർക്കാണോ എക്സ്പാൻസിവിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കൂടുതലുള്ളത് അയാൾ നന്നായിട്ട് ബെൻഡ് ചെയ്യും, മറ്റേ ആൾക്ക് ബെൻഡിങ് കുറവായിരിക്കും അല്ലെ. അപ്പൊ പക്ഷെ രണ്ടും ഇത് ബോണ്ടഡ് ടുഗദർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു സ്ട്രിപ്പിനെ നമ്മൾ ഒട്ടിച്ച് അഡ്ഹസീവ് മെറ്റീരിയൽസ് വെച്ച് ഒട്ടിച്ചതായതുകൊണ്ട് രണ്ടാളും ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ഹൈ എക്സ്പാൻസിവിറ്റി ഉള്ള മെറ്റീരിയൽ കൂടുതൽ ബെൻഡ് ചെയ്യും. സോ ഈ ഒരു ബെൻഡിങ് പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യും, എത്രമാത്രം ബെൻഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും. അപ്പൊ നമുക്കത് മെഷർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ച കുറെ എലമെന്റ്സ് നമുക്കുണ്ട്. ഇതിൽ എത്ര ഡിഫ്ലക്ഷൻ വന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് ഇൻസ്ട്രുമെന്റ്, നമ്മൾ സ്ട്രെയിൻ ഗേജ് ഒക്കെ പോലുള്ള എലമെന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു വയലറ്റ് കളറും ഒരു ബ്രൗൺ കളറും സ്ട്രിപ്പുകളാണുള്ളത്, രണ്ടിനെയും ബൈൻഡ് ചെയ്തിട്ടുണ്ട്, അഡ്ഹസീവ് മെറ്റീരിയൽസ് വെച്ച് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടെമ്പറേച്ചർ, സെറ്റ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, ടെമ്പറേച്ചർ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യാൻ തുടങ്ങും. ഹൈ എക്സ്പാൻസിവിറ്റി മെറ്റീരിയൽ കൂടുതൽ കേർവ്ഡ് അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി വരും, ആ ഒരു കേർവച്ചർ ഫോം ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഡിഫ്ലക്ഷൻ ഫോം ചെയ്യും. ആ ഡിഫ്ലക്ഷൻ മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിഫ്ലക്ഷൻ റിലേറ്റ് ചെയ്യാൻ പറ്റും ആരുമായിട്ട്? ടെമ്പറേച്ചർ ഇൻപുട്ടുമായിട്ട്. ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ ചെറിയ ബെൻഡിങ് ഉണ്ടാവുള്ളൂ, ടെമ്പറേച്ചർ നല്ലപോലെ കൂടുകയാണെങ്കിൽ ബെൻഡിങ് നന്നായിട്ട് കൂടും. സോ ഈ ബെൻഡിങ് എന്നുള്ളതിനെ, അല്ലെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ എന്നുള്ളതിനെ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ റിലേഷനിൽ നിന്നും നമുക്ക് ടെമ്പറേച്ചറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ലൈറ്റ് സെൻസർ ഓർ ബൈ സോറി ഇത് വേറെ ഹെഡിങ് ആട്ടോ, ഇത് ഇവിടെ വരേണ്ടതല്ലായിരുന്നു. ബൈ മെറ്റാലിക് സ്ട്രിപ്പ്. ബൈ മെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. ബൈ മീൻസ് ടു, മെറ്റാലിക് സ്ട്രിപ്പ് രണ്ട് ഡിസിമിലർ മെറ്റൽസിനെ ബോണ്ട് ചെയ്ത് ഒരു സിംഗിൾ ചിപ്പാക്കി മാറ്റി അതിനകത്തേക്ക് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിന് എന്തുണ്ടാവും? ബെൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പൊ ഒന്നിന് ഹൈ എക്സ്പാൻസിവിറ്റിയും മറ്റേതിന് ലോ എക്സ്പാൻസിവിറ്റി ആയിരിക്കും. അപ്പൊ ആർക്കാണോ എക്സ്പാൻഷൻ പ്രോപ്പർട്ടി കൂടുതലുള്ളത് അയാൾ കൂടുതൽ പുറത്തേക്ക് ബെൻഡ് ചെയ്യും. സോ ആ ഒരു ഡിഫ്ലക്ഷൻ മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചറിനെ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് ആണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ, ദാറ്റ് ഈസ് RTD. നമ്മൾ നേരത്തെ പറഞ്ഞ 4 പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നു. അതിൽ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. ബൈ മെഷറിംഗ് ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. RTDയുടെ പേരിന്റെ എക്സ്പാൻഷൻ, അതായത് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റൻസിൽ വരുന്ന മാറ്റം ഡിറ്റക്ട് ചെയ്യുന്ന എലമെന്റ് ആണ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. പ്രിൻസിപ്പിൾ: ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ചിനെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്, മെഷർ ചെയ്യുന്നത്. ദെൻ ഇതിനെ ഉപയോഗിക്കുന്ന കണ്ടീഷൻസ്: ഓൺ ഹീറ്റിംഗ് അപ്പ് മെറ്റൽസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആൻഡ് ഫോളോസ് എ ലീനിയർ റിലേഷൻഷിപ്പ്. മെറ്റൽസ് പൊതുവെ ചൂടാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഒരു ലീനിയർ പാഷനിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതിലൂടെ കുറച്ച് എലമെന്റ്സ്, ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ചില എലമെന്റ്സ്, പ്ലാറ്റിനത്തിന്റെ ഈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി, അതേപോലെ നിക്കലിന്റെ, കോപ്പറിന്റെ, അതായത് ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ റെസിസ്റ്റൻസിൽ വരുന്ന വാരിയേഷൻ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ മെറ്റൽസിന്റെ കേസിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ലീനിയർലി വാരി ചെയ്യും. എപ്പോ? ടെമ്പറേച്ചർ മാറ്റുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്, ഇതിന്റെ ഫിഗർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് RTDയുടെ ഫിഗർ. സിമ്പിൾ ആണ്. ഈ ഒരു പാർട്ടാണ് നമ്മുടെ മെഷറിംഗ് ഏരിയ. ഈ ഒരു പാർട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു സിഗ്സാഗ് ഔട്ടറിൽ ഒരു സാധനം കാണാം. അത് ആക്ച്വലി ഒരു മെറ്റൽ പാർട്ടാണ്. നമുക്ക് മെഷർ ചെയ്യേണ്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെയാണ് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുക.
നമുക്ക് ആരുടെ ടെമ്പറേച്ചർ ആണോ കാണേണ്ടത് അത് നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യും. സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള മെറ്റൽ ഉണ്ട് അല്ലെ, മെറ്റലിന്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും. ആ റെസിസ്റ്റൻസിന്റെ വാരിയേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസിന്റെ വാരിയേഷനിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഒരു എലമെന്റ് നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് വന്ന് ഇതിന്റെ രണ്ട് ടെർമിനൽസ് കണക്ട് ചെയ്തേക്കുന്നത് എക്സ്റ്റേണലി ഒരു കണക്ഷൻ ലീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇവിടെ വേറൊരു എലമെന്റുമായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഒരു സാധനം, ഇതിന്റെ പേരെന്തായിരുന്നു? ഇതെന്താ? ഓക്കെ, വീറ്റ്സ്റ്റേൺസ് ബ്രിഡ്ജ് ആണ്. വീറ്റ്സ്റ്റേൺസ് ബ്രിഡ്ജിന്റെ ഉപയോഗം എന്താ? റെസിസ്റ്റൻസ് മെഷർമെന്റ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ. വീറ്റ്സ്റ്റേൺസ് ബ്രിഡ്ജിൽ 4 ബ്രാഞ്ചുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 4 ബ്രിഡ്ജുകളാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പം 1 ഇവിടെ ഉണ്ട്, 2, 3 എണ്ണം ഇവിടെ ഉണ്ട്. 4ാമത്തെ ബ്രിഡ്ജായിട്ട് ആരെയാ കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ RTDA കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേടാ? നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ മെഷറിംഗ് ഏരിയയിലുള്ള ആ ഒരു മെറ്റൽ പാർട്ടിന് 2 കണക്ഷൻ ലീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിനകത്ത് വരുന്ന വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിലെ ബാലൻസ് കണ്ടീഷൻ മാറും. അതായത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ പുതിയൊരു റെസിസ്റ്റൻസ്, അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചുള്ള ആ റെസിസ്റ്റൻസ് ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാനും അതിന് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RTDയിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും പറ്റും. അപ്പോൾ അതിന്റെ ഒരു ഇക്വേഷൻ ആണ് കഴിഞ്ഞ സ്ലൈഡിൽ നിങ്ങൾ കണ്ടത്. R ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി. അതിൽ RT എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യേണ്ട അൺനോൺ ടെമ്പറേച്ചർ. R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സോറി RT മീൻസ് ഇപ്പൊ ഉള്ള ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ഇത്. നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ട അൺനോൺ ടെമ്പറേച്ചറിലെ നമ്മുടെ എലമെന്റിന്റെ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് RT. R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ്, അതായത് അബ്സല്യൂട്ട് റെസിസ്റ്റൻസ് അറ്റ് ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ്. അതായത് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള, ഇപ്പം ജിഷ്ണു പറഞ്ഞ പോലെ ഇനീഷ്യലി അബ്സല്യൂട്ട് കണ്ടീഷനിലുള്ള അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ. ദെൻ 1 പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഇക്വേഷനൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച കേട്ടോ. ആൽഫ എന്ന് പറയുന്ന മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. അത് മെറ്റീരിയലിന്റെ പ്യൂരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് പ്രോപ്പർട്ടി ആണ് ആൽഫ എന്ന് പറയുന്നത്. ദെൻ ടി എന്തായിരിക്കും? ആലോചിച്ച് പറഞ്ഞാൽ അത് ഒന്നുകൂടി പറയാം. RT, നമ്മൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് അൺനോൺ ടെമ്പറേച്ചറിലുള്ള മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് ചേഞ്ച് അല്ലെ? റെസിസ്റ്റൻസ് ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ടെമ്പറേച്ചറിന്റെ ഇക്വേഷനിലേക്ക് എത്തുന്നത്. സോ ഈ റെസിസ്റ്റൻസ് ചേഞ്ച് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? RT എന്ന് പറയുന്ന ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടുക? അതിന്റെ വാല്യൂ എവിടെ നിന്ന് കിട്ടുക? RT ഒന്നുകൂടി പറയാം. നമുക്ക് ഇവിടെ എലമെന്റ് ഉണ്ട്, നമ്മുടെ മെഷർമെന്റ് എലമെന്റ് ഉണ്ട് അല്ലെ? ഒരു മെറ്റൽ ഉണ്ട് ഇവിടെ, ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്യുന്ന സാധനം അല്ലെ? ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇതിന്റെ എന്തോ പ്രോപ്പർട്ടി മാറും. എന്ത് പ്രോപ്പർട്ടിയാ മാറുക? റെസിസ്റ്റൻസ് മാറും. ആ റെസിസ്റ്റൻസ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഇട്ടാൽ നമുക്ക് RT എന്ന് പറയുന്ന വാല്യൂ കിട്ടൂലേ? പുതിയ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് കിട്ടൂലേ? കിട്ടും. അപ്പൊ ഈ ഇക്വേഷനിൽ RT കിട്ടും, വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൽ നിന്ന് കിട്ടും. R0 അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ്, അതും നമുക്ക് കിട്ടൂലേ? നോൺ വാല്യൂ ആയിരിക്കൂലേ? ആയിരിക്കൂലേ? Then alpha is a constant. പിന്നെ എന്തേ അറിയാത്തുള്ളൂ? പുതിയ ടെമ്പറേച്ചർ T ആണ് നമുക്ക് അറിയാത്തത്. ഇവിടെ മനസ്സിലാവുന്നില്ലേ? എന്ത് ഇങ്ങനെ ക്ലിയർ ആകുന്നുണ്ടോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയ ടെമ്പറേച്ചർ ആണ്, റൈസ് ചെയ്ത ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, റൈസ് ചെയ്ത ടെമ്പറേച്ചറിന്റെ സമയത്ത് ഇതിന് വന്ന മാറ്റം, റെസിസ്റ്റൻസിന് വന്ന മാറ്റം വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൽ നിന്ന് കിട്ടും. R0 അബ്സല്യൂട്ട് റെസിസ്റ്റൻസ്, അത് നമുക്ക് ഓൾറെഡി അറിയാം. ആൽഫ കോൺസ്റ്റന്റ് ആണ്, 1 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പുതിയൊരു ടെമ്പറേച്ചറെ നമുക്ക് അറിയാത്തുള്ളൂ. സോ ഈ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് ഈ T കണ്ടുപിടിച്ചൂടെ? പുതിയ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചൂടെ? സോ ദിസ് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് RTD, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അതായത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിലുള്ള ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസർ ആണ് RTD സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
Then what are the applications of RTDs? എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ സർവീസ്, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്, സ്റ്റൗസ് ആൻഡ് ഗ്രിൽസ്, പ്ലാസ്റ്റിക് പ്രോസസിംഗ്, പെട്രോകെമിക്കൽ പ്രോസസിംഗ്, മൈക്രോ ഇലക്ട്രോണിക്സ്, എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ മെഷർമെന്റ്. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യാന്നുള്ളത്? എയർ കണ്ടീഷനിങ് യൂണിറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോസസിംഗ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്സിൽ, അതേപോലെ സ്റ്റൗ ആൻഡ് ഗ്രിൽസ്, പ്ലാസ്റ്റിക് പ്രോസസിംഗ്, ഈ പറയപ്പെടുന്ന ആപ്ലിക്കേഷൻസിലേക്കാണ് RTD യൂസ് ചെയ്യുന്നത്. എന്തായാലും ഓരോ ടെമ്പറേച്ചർ മെഷർമെന്റ് ഡിവൈസും അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിംഗ് കൺസ്ട്രക്ഷൻ മീൻസ് ഫിഗർ. ഈ ഫിഗർ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഒരു ടെമ്പറേച്ചർ മെഷറിംഗ് എലമെന്റ് വേണം, അതിനൊരു വീറ്റ്സും ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ടെമ്പറേച്ചർ വാരി ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയറോ ഇട്ടേക്കുന്നത്, വാരി ചെയ്യുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് ചേഞ്ചിനെ മെഷർ ചെയ്ത് അതിനകത്ത് നിന്നും നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. Then another method of temperature sensing using thermistor. Thermistor എന്ന് പറയുന്നത് മറ്റൊരു ടെമ്പറേച്ചർ മെഷർമെന്റ് ഡിവൈസ് ആണ്. എന്താണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്നുള്ളത്? ഡിക്രീസിങ് റെസിസ്റ്റൻസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. നേരത്തെ പറഞ്ഞത് RTDന്റെ അകത്ത് നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും എന്നാ പറഞ്ഞത് അല്ലെ? ഇവിടെയോ ഡിക്രീസിങ് റെസിസ്റ്റൻസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കുറയും. ആ കുറയുന്ന റെസിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാന്നുള്ളത്. അപ്പൊ ഏത് ടൈപ്പ് മെറ്റീരിയലിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്? നമ്മൾ നേരത്തെ മെറ്റലിന്റെ കേസിൽ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ബട്ട് ഇപ്പൊ നമ്മൾ പറയുന്നു ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഏത് ടൈപ്പ് മെറ്റീരിയലിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്? അതാണ് അടുത്ത സെന്റൻസ് പറഞ്ഞേക്കുന്നത്. സെമി കണ്ടക്ടർ മെറ്റീരിയൽ. സെമി കണ്ടക്ടർ മെറ്റീരിയലിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കേസിൽ ഒരു മെറ്റൽ പാർട്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ആസ് ദ ടെമ്പറേച്ചർ ഓഫ് സെമി കണ്ടക്ടർ ഇൻക്രീസസ്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഏബിൾ ടു മൂവ് ഇൻക്രീസസ്, which result in more current in the material and hence reduces the resistance. അതായത് നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത്? റെസിസ്റ്റൻസ് കുറയാന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുക, അല്ലെ കറണ്ട് കൂടുതൽ എളുപ്പത്തിൽ മൂവ് ചെയ്യുക അല്ലെ ഫ്ലോ ചെയ്യാന്നുള്ളതാണല്ലോ. സോ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൂടും, അതിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും. അങ്ങനെ ഇലക്ട്രോൺസ് ഒഴുകുന്നതിനാണല്ലോ നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ കൂടുതൽ ഇലക്ട്രോൺസ് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയാന്നല്ലേ അർത്ഥം. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയുന്ന ഈ ഒരു മെഷർമെന്റിനെയാണ് തെർമിസ്റ്റർ പ്രിൻസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒരു ഗ്രീൻ കളറിൽ നിങ്ങൾ ഒരു തെർമിസ്റ്റർ എലിമെന്റ് കാണുന്നുണ്ടാവും. അതിന്റെ എക്സാക്ട് സെന്ററിൽ ഒരു വൈറ്റ് പോർഷൻ, അതൊരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതൊരു ഗ്ലാസ് കോട്ടഡ് എലമെന്റിനുള്ളിലാണുള്ളത്, അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ ഉള്ളിലാണുള്ളത്. നമുക്ക് ആരുടെ ടെമ്പറേച്ചർ ആണോ മെഷർ ചെയ്യേണ്ടത്, ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ട എലമെന്റ് നമ്മൾ ഈ ഒരു ഗ്ലാസ് കോട്ടിങ്ങിന്റെ അടുത്തായിട്ട് കൊണ്ടുവരും. അപ്പം ഈ സെമി കണ്ടക്ടർ എലമെന്റിന്റെ റെസിസ്റ്റൻസ് എന്താവും? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ റെസിസ്റ്റൻസ് കുറയാൻ തുടങ്ങും. അത് നേരത്തെ പോലെ തന്നെ രണ്ട് കണക്ഷൻ ലീഡ് എടുത്ത് ഇവിടെ നമ്മൾ വീറ്റ്സൺ ബ്രിഡ്ജോ അങ്ങനെ ഏതെങ്കിലും റെസിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ആ റെസിസ്റ്റൻസ് ചേഞ്ച് മനസ്സിലാക്കും. ദെൻ ആ റെസിസ്റ്റൻസിന്റെ വാരിയേഷനെ നമുക്ക് ആരുമായിട്ട് റിലേറ്റ് ചെയ്യാം? ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് തെർമിസ്റ്റർ. ഇനി തെർമിസ്റ്റർ തന്നെ പല രീതിയിലുണ്ട്, അല്ലെങ്കിൽ പല ഓറിയന്റേഷനിൽ വരുന്നുണ്ട്. ബീഡ് ടൈപ്പ് എന്ന് പറയും. ബീഡ് ടൈപ്പാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ട എലമെന്റ്, ഈ ഗ്രീൻ കളറിലുള്ളത് ഒരു പ്രസ്ഡ് ഡിസ്ക് പോലെയുള്ള എലമെന്റ്. ദെൻ പ്രോബ് ടൈപ്പ്. പ്രോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മൾ NDT-ക്കകത്തൊക്കെ പ്രോബിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റെതസ്കോപ്പ് ഒക്കെ പോലെയുള്ള ഒരു സിലിണ്ട്രിക്കൽ എക്യുപ്മെന്റ്, ദാറ്റ് ഈസ് പ്രോബ് ടൈപ്പ്. ദെൻ പിന്നെ വരുന്നത് ബീഡ് ഉണ്ട്, പ്രോബ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു എക്യുപ്മെന്റിലെ ചെറിയ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മള് ചില അപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഈ സെമി കണ്ടക്ടർ ചിപ്പ് ഒക്കെ പോലുള്ള ഒരു എലമെന്റ്, ഇത് വളരെ മൈന്യൂട്ട്, അതായത് ഇതിന്റെ മിനിയേച്ചർ സൈസ് ആണ് തെർമിസ്റ്റർ വരുന്നത്. അപ്പൊ പല രീതിയിലുള്ള തെർമിസ്റ്റേഴ്സ് ഉണ്ട്. ബീഡ് ടൈപ്പ് ഉണ്ട്, ഡിസ്ക് ഷേപ്പ് ഉണ്ട്, അതേപോലെ തന്നെ റോഡ് ടൈപ്പ്. റോഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെന്നൊക്കെ പോലെ
അതൊരു സിലിണ്ടറിക്കൽ, കുറച്ച് നീളമുള്ള സിലിണ്ടറിക്കൽ റോഡ് പോലെയുള്ളതുണ്ട്. പിന്നെ ഡിസ്ക് ഷേപ്പ് ഞാൻ പറഞ്ഞു. ഡിസ്ക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് സർക്കിൾ ഷേപ്പിൽ വരുന്നത്, നമ്മളെ കപ്പിയൊക്കെ പോലെ ഒരു എന്താ പറയാ ഒരു ഡിസ്ക് പോലെ. അപ്പൊ ഡിസ്ക് ഷേപ്പ് ഉണ്ട്, റോഡ് ഷേപ്പ് ഉണ്ട്, അതേപോലെ ഇപ്പൊ ഇവിടെ കാണിച്ചേക്കുന്നതിനെ ബീഡ് ഷേപ്പ് എന്നാ പറയാ, പ്രസ്ഡ് ഡിസ്ക് ഷേപ്പ് എന്ന് പറയും, ബീഡ് ടൈപ്പ്. ഒരു നമ്മുടെ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ IC എഞ്ചിനൊക്കെ പഠിക്കുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഒരു എലമെന്റ് ആയിരുന്നു അല്ലെ, ക്രാങ്കും ക്രാങ്ക് കേസ് ഒക്കെ വരുമ്പോൾ ഇതിനെ ചെരിച്ചു വെച്ച് കഴിഞ്ഞാണ് ഇപ്പൊ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്നത് ബീഡ് ഷേപ്പ്. ഒരു തവണ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനാണെന്ന് തോന്നുന്നു, തെർമിസ്റ്ററിനെ പറ്റി ചോദിച്ചപ്പോൾ വാട്ട് ആർ ദി ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് തെർമിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. അതിൽ ഒന്ന് ബി ടൈപ്പ് ആണ്, ബി ടൈപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. റോഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് ഒരു സിലിണ്ടർ തന്നെയായിരിക്കും. കാണിക്കാം, ഇതുപോലെ ഒരു സിലിണ്ടർ. മൗസ് പോയിന്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കറക്റ്റ് ഫിഗർ വരാത്തത്. ഇതിന്റെ തെർമിസ്റ്റർ പാർട്ട് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റോഡ് തന്നെയായിരിക്കും. സോ ആരുടെ ടെമ്പറേച്ചർ ആണോ മെഷർ ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഈ ഒരു റോഡിനെ നമ്മൾ അവിടെ കൊണ്ടുവെക്കുമ്പോൾ ഇതിന്റെ സെമി കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ വാരി ചെയ്യും. ദെൻ ഡിസ്ക് ഷേപ്പ് എന്ന് പറയുമ്പോൾ എക്സാക്ട് സർക്കിൾ ഷേപ്പിൽ വരുന്ന ഒരു ഡിസ്ക് ആയിരിക്കും. ഇതിന്റെയും ഈ ഡിസ്ക് എന്ന് പറയുന്ന പാർട്ട് തന്നെയായിരിക്കും സെമി കണ്ടക്ടർ ഡിവൈസ്. ഓക്കെ, അപ്പം തെർമിസ്റ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ, ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും എന്നുള്ളതാണ്. ദെൻ ആപ്ലിക്കേഷൻസ്, എവിടെയൊക്കെയാണ് തെർമിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ടു മോണിറ്റർ ദി കൂളന്റ് ആൻഡ് എയർ ഓർ ഓയിൽ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ എഞ്ചിൻ. എഞ്ചിനകത്ത്, നമ്മുടെ IC എഞ്ചിനകത്തൊക്കെ കൂളന്റിന്റെ അല്ലെങ്കിൽ ഓയിലിന്റെ ടെമ്പറേച്ചർ മെഷർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ തെർമിസ്റ്റർ ആണ്. അതായത് ഇതിന്റെ ഞാൻ പറഞ്ഞ മിനിയേച്ചർ സൈസിലുള്ള എലമെന്റ് ആണ്, പല വെറൈറ്റീസിലും നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ മോണിറ്റർ ദ കൂളന്റ് ഓർ എയർ ടെമ്പറേച്ചർ ഓർ ഓയിൽ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ എഞ്ചിൻ, to monitor the temperature of battery packs while charging, to monitor the temperature of hot ends of 3D printers, to maintain the correct temperature in the food handling and the processing industry equipments, to control the operation of consumer appliances such as toasters, coffee makers, refrigerators, freezers, hair dryers, etc. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഹോം അപ്ലയൻസിലൊക്കെ വരുന്ന ഒരു ടെമ്പറേച്ചർ മെഷറിംഗ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസ് ആണ് തെർമിസ്റ്റർ. അതിന്റെ മിനിയേച്ചർ സൈസും അതിന്റെ ഡിഫറെന്റ് വെറൈറ്റി അവൈലബിൾ ആയതുകൊണ്ടുള്ള ആപ്ലിക്കേഷനിലാണ് ഇതൊക്കെ വരുന്നത്. സോ തെർമിസ്റ്ററും RTDയും വർക്ക് ചെയ്യുന്നത് ഒരേ പ്രിൻസിപ്പിൾ ആണ്. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറുന്നു എന്നുള്ളത്. ഇപ്പൊ ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നത് RTD, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നത് തെർമിസ്റ്റർ. മാറിപ്പോയിരുന്നു. ദെൻ അടുത്ത ഇത് നിങ്ങളുടെ ഫസ്റ്റ് KTU ബാച്ചിന്റെ ആദ്യത്തെ മെക്കാട്രോണിക്സ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി തെർമോകപ്പിൾ? തെർമോകപ്പിളിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചത്. അല്ലാതെ തെർമോകപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ വർക്കിംഗ് പറയാനോ അതിന്റെ ഫിഗർ വരക്കാനോ ഒന്നും ആയിരുന്നില്ല ചോദിച്ചത്. തെർമോകപ്പിളിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. 2 മാർക്കായിരുന്നു ക്വസ്റ്റ്യന്. 2 മാർക്കിന്റെ ആൻസർ എന്ന് പറയുന്നത് സീബെക്ക് എഫക്ട് എന്നാണ്. എന്താ സീബെക്ക് എഫക്ട്? +2 ഫിസിക്സ്. ഹലോ, സീബെക്ക് എഫക്ട് ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടാ, +2 ഫിസിക്സ് ആടാ. ഇല്ല സാറേ, ടെസ്റ്റ് മാറി സാറേ. +2 ഫിസിക്സിൽ നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്ത് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസുകളുടെ 4 പ്രിൻസിപ്പിൾ പറയുമ്പോൾ അതിൽ 3ാമതായിട്ട് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ് സീബെക്ക് എഫക്ട് എന്നുള്ളത്. ബൈ മെഷറിംഗ് വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഡിസിമിലർ മെറ്റൽസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, സീബെക്ക് എഫക്ട്. നമുക്ക് നോക്കാം എന്താ സീബെക്ക് എഫക്ട് എന്നുള്ളത്. സീബെക്ക് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 ഡിസിമിലർ മെറ്റൽസിനെ ഞാൻ കമ്പൈൻ ചെയ്തു, ജോയിൻ ചെയ്തു. എന്നിട്ട് അതിന്റെ ഒരു ജംഗ്ഷനിൽ ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ മറ്റേ ജംഗ്ഷനിൽ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അതായത് 2 ഡിസിമിലർ മെറ്റൽസിനെ ജോയിൻ ചെയ്യുകയും ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഒരു ജംഗ്ഷനിൽ ചൂടാക്കുന്ന സമയത്ത്, ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റേ ജംഗ്ഷനിൽ എന്തുണ്ടാവും? ഒരു പുതിയ വോൾട്ടേജ് ഉണ്ടാവും. ദാറ്റ് ഈസ് സീബെക്ക് എഫക്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? തെർമോകപ്പിൾ എന്ന് പറയുന്ന എലമെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ തെർമോകപ്പിളിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താ? വോൾട്ടേജ് ആണ്. നമ്മൾ ഇൻപുട്ട് കൊടുത്തത് ടെമ്പറേച്ചർ ആണ്, ഔട്ട്പുട്ട് കിട്ടിയത് വോൾട്ടേജ് ആണ്. സോ
നേരത്തെ ടെമ്പറേച്ചർ മാറിയപ്പോൾ റെസിസ്റ്റൻസ് ആയിരുന്നു മാറിയത്. ഇപ്പൊ ടെമ്പറേച്ചർ മാറുമ്പോൾ പുതിയൊരു വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് സീബെക്ക് എഫക്ട് എന്ന് പറയുന്നത്. 2 മാർക്കിന്റെ എക്സാം ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രിൻസിപ്പൾ ബിഹൈൻഡ് തെർമോകപ്പിൾ. ആൻസർ സീബെക്ക് എഫക്ട്. സീബെക്ക് എഫക്ട് എന്ന് പറഞ്ഞാൽ when a junction of two dissimilar metals heated, it produces an electrical potential related to temperature. ഇത് കണ്ടുപിടിച്ചത് തോമസ് സീബെക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് സീബെക്ക് എഫക്ട് എന്ന് പേരിട്ടത്. ഇത് വെച്ച് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇതിന്റെ ഒരു സർക്യൂട്ട് കാണുന്നുണ്ടാവും. ഇവിടെ 2 ഡിസിമിലർ മെറ്റൽസ്, ഒരു അയൺ എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ട്, കോൺസ്റ്റന്റാൻ എന്ന് പറയുന്ന മറ്റൊരു മെറ്റൽ ഉണ്ട്. ഡിസിമിലർ മെറ്റൽസ് ആണ്. ഈ കോൺസ്റ്റന്റിന്റെ ഒരു എൻഡ് എടുത്ത് ഇവിടെയും അയണിന്റെ ഒരു എൻഡ് എടുത്ത് ഇവിടെയും കൂട്ടിയിട്ട് ജംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇനി അയണിന്റെ മറ്റേ എൻഡ് ഇവിടെ ഉണ്ട്, കോൺസ്റ്റന്റിന്റെ മറ്റേ എൻഡ് ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടി ഒരു ഐസ് വാട്ടർ മിക്സ്ചറിനകത്തേക്ക് വെച്ചേക്കാണ്. അതായത് ഇതും രണ്ടും ആക്ച്വലി ഇത് തമ്മിൽ ജോയിൻ ചെയ്ത പോലെ തന്നെയല്ലേ. അതായത് ഇവിടുത്തെ ടെമ്പറേച്ചറും ഈ ടെമ്പറേച്ചറും സെയിം തന്നെയാണ്. അതായത് കോൺസ്റ്റന്റാനും ഉള്ളത് ഐസ് വാട്ടർ മിക്സ്ചറിലാണ്, അയണും ഉള്ളത് ഐസ് വാട്ടർ മിക്സ്ചറിലാണ്. രണ്ടിനും സെയിം ടെമ്പറേച്ചർ ആണ്. അതായത് ഇത് തമ്മിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും രണ്ടിനും കിട്ടുന്നത് സെയിം ടെമ്പറേച്ചർ ആണ്. ഇനി നമുക്ക് നോക്കാം, ഈ അയണിൽ നിന്നും ഞാനൊരു കോപ്പർ ലീഡ്, അതായത് ഒരു കണക്ഷൻ വയർ ഇട്ടിട്ട് ഒരു വോൾട്ടേജ് മെഷർമെന്റ് ഡിവൈസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കോൺസ്റ്റന്റ് ആൻഡ് അതർ എൻഡിൽ നിന്നും ഒരു കണക്ഷൻ ലീഡ് എടുത്തിട്ട് ഞാനൊരു വോൾട്ടേജ് സെൻസിങ് ഡിവൈസിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ കണക്ഷൻ ലീഡായിട്ട് ഉപയോഗിച്ച് കോപ്പർ വയർ ആണ് എന്ന് കാണിക്കാനാണ് ഇവിടെ കോപ്പർ എന്ന് കാണിച്ചത്. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് 2 ഡിസിമിലർ മെറ്റൽസ് ആണ്. ഒന്ന് കോൺസ്റ്റന്റാനും മറ്റൊന്ന് അയണും. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും ഒരു എൻഡ് എടുത്തിട്ട് ഞാനിവിടെ ഒരു ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ 2 എൻഡും ഒരു കോമൺ ടെമ്പറേച്ചറിലേക്ക് ജംഗ്ഷൻ ആക്കിയില്ല, പക്ഷെ അതൊരു കോമൺ ടെമ്പറേച്ചർ ഐസ് വാട്ടർ മിക്സ്ചറിലേക്കാണ് ഉള്ളത്. ഇനി ഞാൻ ഈ ജംഗ്ഷനകത്തേക്ക് ഞാൻ ടെമ്പറേച്ചർ, എനിക്ക് ആരുടെ ടെമ്പറേച്ചർ ആണോ കാണേണ്ടത് അത് ഈ ജംഗ്ഷന്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യാം. ഞാനൊരു എന്തെങ്കിലും നല്ല ചൂടുള്ള ഒരു എലമെന്റ് ഇവിടെ കൊണ്ടാണ് പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അതർ എൻഡ്, അയണിന്റെയും കോൺസ്റ്റന്റിന്റെയും മറ്റേ എൻഡ്, അതായത് ഇവിടെ ഉള്ള എൻഡ് അല്ലെ, ഈ എൻഡിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണലി ഒരു വോൾട്ടേജ് മെഷർമെന്റ് ഡിവൈസ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് വെച്ച കണക്ഷൻ പോയി ഒരു വോൾട്ട് മീറ്ററോ അങ്ങനെ ഏതെങ്കിലും ഒരു വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിലേക്ക് കൊടുക്കുമ്പോൾ ഈ ജംഗ്ഷനിൽ അൺനോൺ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ വോൾട്ടേജിൽ വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് സീബെക്ക് എഫക്ട്. അതായത് 2 ഡിസിമിലർ മെറ്റൽസിനെ ജംഗ്ഷൻ ആക്കി ക്രിയേറ്റ് ചെയ്യും. ഒരു ജംഗ്ഷനിൽ നമ്മൾ അൺനോൺ ടെമ്പറേച്ചർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റേ ജംഗ്ഷനിൽ എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഇതിനെയാണ് സീബെക്ക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്. 2 ഡിസിമിലർ മെറ്റൽസ് കാണിക്കണം, അതിന്റെ ജംഗ്ഷൻ അൺനോൺ ജംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അൺനോൺ ടെമ്പറേച്ചർ മെഷറിംഗ് ജംഗ്ഷൻ ആയിട്ട് വെക്കണം. ദെൻ അതർ എൻഡിനെ നമ്മളൊരു കോമൺ റെഫറൻസ് ടെമ്പറേച്ചർ ഐസ് വാട്ടർ മിക്സ്ചർ പോലുള്ള റെഫറൻസ് ടെമ്പറേച്ചർ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണം. അവിടുന്ന് നമ്മൾ എടുത്തിട്ട് ഒരു വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണം. ദെൻ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ. ഈ അൺനോൺ ടെമ്പറേച്ചർ നമ്മൾ ഈ ജംഗ്ഷനിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസിൽ ഒരു പുതിയ വോൾട്ടേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് മാറ്റം വോൾട്ടേജ് മെഷർമെന്റ് ഡിവൈസിന് അടുത്ത് വരും. സോ ഇവിടെ ഇൻപുട്ട് ടെമ്പറേച്ചറും ഔട്ട്പുട്ട് വോൾട്ടേജുമാണ്. ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഈസ് thermocouple. Applications: testing temperature associated with processes, testing of heating appliances safety, temperature measurement of gas turbine and engine exhaust, monitoring of temperature throughout the production process in the steel, iron and aluminum. ഈ ഓരോ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെയും വർക്കിംഗ്, കൺസ്ട്രക്ഷൻ, അപ്ലിക്കേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം. എക്സാമിന് പിന്നെ കഴിഞ്ഞ തവണ ചോദിച്ചത് നിങ്ങളുടെ സീനിയേഴ്സിന്റെ മീൻസ് സൂപ്പർ സീനിയേഴ്സിന്റെ സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചത് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. 10 മാർക്കിന് തന്നെയാണ് തോന്നുന്നു ചോദിച്ചത്. അപ്പൊ അതിൻ്റെ അകത്ത് ആൻസർ കീനകത്ത് ഉണ്ടായിരുന്നത് കൺസ്ട്രക്ഷന് 3 മാർക്കോ 4 മാർക്ക് ഞാൻ ഉണ്ടായിരുന്നു, വർക്കിങ്ങിന് മാർക്ക് ഉണ്ടായിരുന്നു, ആപ്ലിക്കേഷന് മാർക്ക് ഉണ്ടായിരുന്നു. സോ ഏത് ഡിവൈസ് പഠിക്കുമ്പോഴും അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ആപ്ലിക്കേഷൻസ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, ദെൻ അടുത്തത് വരുന്നതാണ് നമ്മൾ ടെമ്പറേച്ചർ സെൻസിങ്ങിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞതിൽ ഏറ്റവും ലാസ്റ്റ് പ്രിൻസിപ്പിൾ, അതായത് റേഡിയേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് by measuring change in radiated energy as a result of change in temperature. ഏത് ബോഡിയും ചൂടാകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ മെഷർ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നത്.
അത്തരം ഡിവൈസുകളാണ് ഇനി പറയാനുള്ളത്. പൈറോമീറ്റർ അല്ലെങ്കിൽ പൈറോ സെൻസർ എന്നൊക്കെ പറയുന്ന എലമെന്റ്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സമയമായോ? ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പറയണം. നമ്പർ 1, 2, 3, 4, 5, 6, 7, 8,